വാശിയായിരുന്നു ഈ വട്ടം എനിക്ക് കിട്ടണം എന്നുള്ളൊരു വാശിയുണ്ടായിരുന്നു. കാരണം എനിക്ക് എല്ലാവരും ഇങ്ങനെ സെറ്റ് ഇനിയും സമയമില്ല, എനിക്ക് ഭയങ്കര വാശിയായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ വാശിയെടുത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാക്സിമം നേരത്തെ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് PV നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ റിവൈസ് ചെയ്യാൻ പറ്റും, നമുക്ക് കൂളായിട്ട് എക്സാമിന് പോയിരിക്കാൻ പറ്റും, നല്ല രീതിയിൽ ഒരു സ്ട്രെസ്സും ഇല്ലാണ്ട് സൂപ്പറായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യും, ഉറപ്പായിട്ട് കിട്ടുകയും ചെയ്യും. ഞാനിപ്പോൾ I+ൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഞാനിപ്പോൾ ഈ സോഴ്സിന് വേണ്ടി ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ നമ്മൾ അത്രയും വാസ്റ്റ് സിലബസ് ആണ്. അപ്പൊ നമ്മളിങ്ങനെ ഓരോ ഓപ്ഷൻ ആണെങ്കിലും ജനറൽ ആണെങ്കിലും നമ്മളിങ്ങനെ തേടി പോകേണ്ടി വരും. പക്ഷെ എനിക്ക് I+ ഉണ്ടായതുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എങ്ങും തേടി പോകണ്ട, എല്ലാം അതിനകത്ത് തന്നെ ഉണ്ട്. നമ്മൾ പഠിക്കേണ്ട ഒരു ഡ്യൂട്ടി മാത്രമേ നമുക്കുള്ളൂ. I+ന്റെ കസ്റ്റമർ സർവീസ് സൂപ്പറാണ്. കാരണം എനിക്ക് എപ്പം വിളിച്ചാലും എനിക്ക് എന്ത് ഡൗട്ടിലും എനിക്ക് പേരൊന്നും പറഞ്ഞാൽ അറിയത്തില്ല. ഭാഗ്യ മിസ് മലയാളത്തിന്റെ അല്ല, ലേണിംഗ് സപ്പോർട്ട് മാനേജറിനെയൊക്കെ ഞാൻ വിളിക്കുന്നത്. ഓരോ ഡൗട്ട് കറണ്ട് അഫയേഴ്സ് ഏതാ പഠിക്കേണ്ടത് അങ്ങനെ. അപ്പൊ എനിക്ക് ഭയങ്കര ഡൗട്ടുള്ള ആളാണ്. ഞാൻ എപ്പം വിളിച്ചാലും ഒരു അറ്റൻഡ് ചെയ്യും, എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു തരും, നല്ല സൗമ്യതയോടുകൂടി എല്ലാം പറഞ്ഞു തരും. അതൊക്കെ ഭയങ്കര സൂപ്പറായിട്ട് എനിക്ക് തോന്നി. അപ്പം വേറെ എനിക്ക് തോന്നിയില്ല. ഞാൻ പണ്ട് ഇവരെ വിളിക്കുമ്പോഴേക്കും എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ I+ സത്യം പറഞ്ഞ് എപ്പം വിളിച്ചാലും എടുക്കും, കറക്റ്റായിട്ട് നമുക്ക് വേണ്ട നല്ല രീതിയിൽ നിർദ്ദേശം തരും. ഞാൻ വെറുതെ പറയുന്നതല്ല, ഭയങ്കര സത്യമായിട്ടുള്ള കാര്യമാണ്. ഹായ് എവരിവൺ, മലയാളത്തിൽ സെറ്റ് നേടിയ സോജ ബോബനാണ് നമ്മളോടൊപ്പം ഇന്നുള്ളത്. സ്വാഗതം സോജ. നമ്മുടെ I+ന്റെ വിദ്യാർത്ഥികളുടെ അടുത്ത് സോജയുടെ സ്റ്റഡി ജേർണി പറഞ്ഞു തുടങ്ങുന്നതിന് മുൻപായിട്ട് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാമോ, നമ്മുടെ വിദ്യാർത്ഥികൾക്കൊന്ന് കൂടുതൽ അറിയാൻ വേണ്ടി? ഹലോ, ഞാൻ സോജ. ഞാൻ 2016-18 ടൈമിൽ ട്രിവാൻഡ്രം MG കോളേജിൽ നിന്നാണ് PG കംപ്ലീറ്റ് ചെയ്തത്. അതിനുശേഷം 2019-21 ബാച്ചിൽ കൊല്ലം കർമ്മറാണി കോളേജിൽ നിന്ന് B.Ed കംപ്ലീറ്റ് ചെയ്തു. ആ സമയത്ത് തന്നെ എനിക്ക് കേട്ടിട്ട് ഫസ്റ്റ് ചാൻസ് എനിക്ക് വിൻ ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം ഞാനൊരു ഗവൺമെൻറ് സ്കൂളിൽ കുറച്ചു കാലം ടെമ്പററി HSC ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഇപ്പം സെറ്റിന് വേണ്ടി നോക്കി. സെക്കൻഡ് അറ്റംപ്റ്റ് ആണ് ഇത്. അപ്പം ആദ്യത്തെ അറ്റംപ്റ്റിൽ ഞാൻ I+നോട് ചേർന്ന് തന്നെയാണ് പഠിച്ചത്. അപ്പം ആ സമയത്ത് കുറച്ച് പാകപ്പിഴകളൊക്കെ ഉണ്ടായി. അപ്പം അതൊക്കെ തിരുത്തിയിട്ട് എനിക്ക് കയറാൻ സാധിച്ചത്. അപ്പോൾ സെറ്റ് പരീക്ഷയ്ക്കായിട്ടുള്ള തയ്യാറെടുപ്പ് എങ്ങനെയായിരുന്നു? എത്രാമത്തെ അറ്റംപ്റ്റ് ആയിരുന്നു? ആദ്യത്തെ അറ്റംപ്റ്റിൽ എന്തെങ്കിലുമൊക്കെ ഡിഫിക്കൽട്ടി ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയൊക്കെ ഒന്ന് ചുരുക്കി പറയാമോ? അപ്പം ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിരുന്നു. ഞാൻ I+നോട് അന്ന് തന്നെ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അന്ന് പറ്റിയ മിസ്റ്റേക്കുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ആദ്യമേ പഠിക്കാൻ തുടങ്ങി. ജൂലൈയിലുള്ള എക്സാമിന് I+നെ പഠിക്കാൻ തുടങ്ങി. പക്ഷേ കാണിച്ച മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിലബസ് മൊത്തത്തിൽ പഠിക്കാൻ, അതായത് നമുക്ക് ഈ ഫസ്റ്റ് യൂണിറ്റിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സയൻസ് ഒക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ഡീപ്പായിട്ട് പഠിക്കേണ്ട കാര്യമില്ല. നമുക്ക് ആ കുറച്ച് അതായത് ഈ PVക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് സ്പെസിഫിക് ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് ആ ഒരു ഫസ്റ്റ് സെക്ഷനിൽ ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം മാത്രം ഫോക്കസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ടത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കുത്തിയിരുന്ന് ഓരോന്ന് ഇങ്ങനെ പഠിച്ച് അത്രയും ഫോക്കസ് ചെയ്യേണ്ട കാര്യം അതിനകത്ത് ഇല്ല. അപ്പൊ അതെനിക്ക് അറിയത്തില്ലായിരുന്നു. എനിക്ക് എവിടെ പ്രിപ്പയർ ചെയ്യണം എങ്ങനെയാണെന്നൊരു ഐഡിയ എനിക്ക് ഇല്ലായിരുന്നു ആ സമയത്ത്. അപ്പൊ ഞാൻ ലാസ്റ്റ് എനിക്കൊന്ന് 1 മാസം മുന്നേ ഉള്ളപ്പോഴാണ് ഞാൻ ബാക്കി പഠിച്ചിങ്ങനെ തുടങ്ങിയത്. അതുകൊണ്ട് എനിക്ക് കറക്റ്റ് റിവിഷൻ ചെയ്യാൻ പറ്റില്ല, PVക്ക് ചെയ്യാൻ പറ്റില്ല. എങ്കിലും കുറച്ചൊക്കെ കംപ്ലീറ്റ് ചെയ്ത്, എന്നാലും ഒരു സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാനുള്ള ഒരു രീതിയിൽ എത്തിയില്ല. എങ്കിലും ഫസ്റ്റ് ഓപ്ഷന് രണ്ടും കിട്ടി. പക്ഷെ എനിക്ക് ആ ടോട്ടൽ എത്തിക്കാൻ പറ്റിയില്ല, ആ സംഭവം എത്തിക്കാൻ പറ്റിയില്ല. അതാണ് പറ്റിയ മിസ്റ്റേക്ക്. പിന്നെ എനിക്ക് I+നോട് ഒരുപാട് താങ്ക് യു പറയാനുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കുഞ്ഞുമായിട്ടാണ് പഠിച്ചത്. അപ്പം എൻ്റെ മോന് 1 വയസ്സാകുന്നതിന് മുന്നേ ഞാൻ ഇതിനു വേണ്ടി ഇരിക്കാൻ തുടങ്ങിയത്. ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന് വെച്ചാൽ ഡെലിവറി കഴിഞ്ഞ സമയത്തായിരുന്നു. അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ I+ന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഞാനിപ്പോൾ ഈ സോഴ്സിന് വേണ്ടി ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ എന്ന് വെച്ചാൽ നമ്മൾ അത്രയും വാസ്റ്റ് സിലബസ് ആണ്. അപ്പം നമ്മളിങ്ങനെ ഓരോ ഓപ്ഷൻ ആണെങ്കിലും ജനറൽ ആണെങ്കിലും നമ്മളിങ്ങനെ തേടി പോകേണ്ടി വരും. പക്ഷെ എനിക്ക് I+ ഉണ്ടായതുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എങ്ങും തേടി പോകണ്ട, എല്ലാം അതിനകത്ത് തന്നെ ഉണ്ട്. നമ്മൾ പഠിക്കേണ്ട ഒരു ഡ്യൂട്ടി മാത്രമേ നമുക്കുള്ളൂ. അപ്പൊ പിന്നെ I+ന്റെ കസ്റ്റമർ സർവീസ് സൂപ്പറാണ്. കാരണം എനിക്ക് എപ്പം വിളിച്ചാലും എനിക്ക് എന്ത് ഡൗട്ടിലും എനിക്ക് പേരൊന്നും പറഞ്ഞാൽ അറിയത്തില്ല. ഭാഗ്യ മിസ് മലയാളത്തിന്റെ അല്ല, ലേണിംഗ് സപ്പോർട്ട് മാനേജറിനെയൊക്കെ ഞാൻ വിളിക്കുന്നത്. ഓരോ ഡൗട്ട് കറണ്ട് അഫയേഴ്സ് ഏതാ പഠിക്കേണ്ടത് അങ്ങനെ. കാരണം കുറെ കറണ്ട് എനിക്ക് ഡൗട്ട്, ഇതൊക്കെ പഠിക്കണോ എങ്ങനെ എന്തോന്നൊക്കെ ഡൗട്ടാ. അപ്പൊ എനിക്ക് ഭയങ്കര ഡൗട്ടുള്ള ആളാ.
ഞാൻ എപ്പം വിളിച്ചാലും ഒരു അറ്റൻഡ് ചെയ്യും, എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു തരും, നല്ല സൗമ്യതയോടുകൂടി എല്ലാം പറഞ്ഞു തരും. അതൊക്കെ ഭയങ്കര സൂപ്പറായിട്ട് എനിക്ക് തോന്നി. അപ്പം വേറെ എനിക്ക് തോന്നിയില്ല, ഞാൻ പണ്ട് ഇവരെ വിളിക്കുമ്പോഴേക്കും എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ I+ സത്യം പറഞ്ഞാൽ എപ്പം വിളിച്ചാലും എടുക്കും, കറക്റ്റായിട്ട് നമുക്ക് വേണ്ട നല്ല രീതിയിൽ നിർദ്ദേശം തരും. ഞാൻ വെറുതെ പറയുന്നതല്ല, ഭയങ്കര സത്യമായിട്ടുള്ള കാര്യമാണ്. എനിക്കത് ഒരുപാട് മുഖത്ത് സന്തോഷം കാണുമ്പോൾ എന്റെ മനസ്സ് നിറയെ എനിക്ക് ഒരുപാട് ഭയങ്കര സത്യം ഞാൻ കാര്യമായിട്ട് പറയാം, എനിക്ക് ഒരുപാട് സന്തോഷമായി. എപ്പം വിളിച്ചാലും ഫോൺ എടുക്കും. എനിക്കൊരു രാവിലെ 10 മണി തൊട്ട് 7 മണി വരെ ഞാൻ എപ്പം വിളിച്ചാലും പേരറിയത്തില്ല, നമ്മുടെ ആര്യയും അക്സയും അതുപോലെ തന്നെ മഹേശ്വരിയും, നിങ്ങളിത് കേൾക്കുന്നുണ്ടെങ്കിൽ ആര്യയ്ക്കും അക്സയ്ക്കും മഹേശ്വരിക്കും ഉള്ള ഒരു അഭിനന്ദനം കൂടിയാണ്. എപ്പം വിളിച്ചാലും പറയും, എന്താ സംശയം ചോദിച്ചാലും അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ല പറഞ്ഞു തരാൻ. അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ എപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് കൂളാക്കും, നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കൂളായിട്ട് സംസാരിക്കും. അതൊക്കെ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കൈക്കുഞ്ഞുമായിട്ട് പഠിക്കുമ്പോഴുള്ള ഡിഫിക്കൽട്ടികൾ ഊഹിക്കാം. എന്തൊക്കെയായിരുന്നു അങ്ങനെ പഠിക്കുമ്പോൾ ഒരു ചലഞ്ച്, ഈ സമയത്തിന്റെ പരിമിതി? ആ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞിന് ഭയങ്കര നിർബന്ധവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവന് ഞാൻ തന്നെ ഫുഡ് കൊടുക്കണം. പിന്നെ രാത്രി എപ്പോഴും എണീക്കും. ഞാൻ രാത്രി ആയിരിക്കും കൂടുതൽ പഠിക്കാനായിട്ട് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ ഇവൻ രാത്രി എപ്പോഴും എണീക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീഡ് ചെയ്താലേ അവൻ ഉറങ്ങത്തുള്ളൂ. പിന്നെ അപ്പം ഞാൻ ആ സമയത്തൊക്കെ റിവൈസ് ചെയ്യും. പിന്നെ ആ സമയത്ത് I+ന്റെ ഒരു എനിക്ക് ഉണ്ടായ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് എനിക്ക് റെക്കോർഡ് സംഭവം ആയതുകൊണ്ട് തന്നെ എനിക്ക് ആ സമയത്ത് പിന്നെ ഫീഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കേൾക്കാൻ പറ്റും, ക്ലാസ്സിൽ കേൾക്കാൻ പറ്റും. പിന്നീട് ഓൾറെഡി എഴുതിയെടുത്ത നോട്ട്സ് എനിക്ക് റിവൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ എനിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഞാൻ പിന്നെ ആ സമയത്ത് ഡെയിലി ഫ്രീബീസ് അറ്റൻഡ് ചെയ്യും. അത് ഞാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടെലഗ്രാം ചാനലിൽ പറയാതിരിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഒരുപാട്, പിന്നെ ഡെയിലി സ്റ്റാറ്റസുകൾ അത് കണ്ടഫേസിന് ഞാൻ പിന്നെ അതെല്ലാം എഴുതി എടുത്ത് പഠിക്കുമായിരുന്നു. ഒരുപാട് സന്തോഷം. എല്ലാം പ്രയോജനപ്പെടുത്തിയ ഒരാളുടെ മുന്നിൽ ഒരുപാട് ഞാൻ എല്ലാം, കാരണം എനിക്ക് ഈ വർഷം വാശിയായിരുന്നു. ഈ വട്ടം എനിക്ക് കിട്ടണം എന്നുള്ളൊരു വാശിയുണ്ടായിരുന്നു. കാരണം എനിക്ക് എല്ലാവരും ഇങ്ങനെ സെറ്റ്, ഇനിയും സമയമില്ല, എനിക്കത് ഭയങ്കര വാശിയായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ വാശി എടുത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം നേരത്തെ തുടങ്ങുക. അത് ഞാൻ ആദ്യം വിചാരിച്ചു, ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ വിചാരിച്ചു അത്രയ്ക്കും കുഴപ്പം കാണത്തില്ല, എന്താ 1 മാസം മുന്നേയൊക്കെ നമുക്ക് തീർക്കാൻ പറ്റും. പക്ഷെ വെറും തോന്നല്ല. നമ്മൾ മാക്സിമം നേരത്തെ തുടങ്ങുമ്പോൾ ഉള്ള ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിലാക്സ് ആയിട്ടൊന്ന് പഠിക്കാൻ പറ്റും. നമുക്ക് ആ ഒരു അവസാന സമയത്ത് ആകുമ്പോഴത്തേക്കും നമുക്ക് കുറേ ടെൻഷൻ വരും, ഇത്രയും സിലബസ് എന്നെ കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നേരത്തെ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് PVക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ റിവൈസ് ചെയ്യാൻ പറ്റും, നമുക്ക് കൂളായിട്ട് എക്സാമിന് പോയിരിക്കാൻ പറ്റും, നല്ല രീതിയിൽ ഒരു സ്ട്രെസ്സും ഇല്ലാണ്ട് സൂപ്പറായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യും, ഉറപ്പായിട്ട് കിട്ടുകയും ചെയ്യും. എപ്പോഴും വിദ്യാർത്ഥികളോട് പറയുന്ന ഒരു കാര്യം, സോജ പറഞ്ഞത് നിങ്ങളും കേട്ട് കാണുമല്ലോ, പരീക്ഷയോടടുത്ത് 1 മാസമോ 2 മാസമോ ഉള്ളപ്പോഴല്ല പഠിക്കേണ്ടത്, പരീക്ഷയ്ക്ക് എത്ര നേരത്തെ തുടങ്ങാമോ ഏത് എക്സാമിനാണെങ്കിലും എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ മാക്സിമം നേരത്തെ തുടങ്ങുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ PVക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. കാരണം ഞാൻ കഴിഞ്ഞ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തപ്പോൾ ഞാൻ PVക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിനു വേണ്ടിയിട്ട് അങ്ങ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു വലിയ കാര്യം ഇല്ല. പക്ഷേ ഈ വട്ടം ഞാൻ PVക്ക് നല്ല രീതി, ഓപ്ഷൻ ആണെങ്കിലും ജനറൽ ആണെങ്കിലും നല്ല രീതി PVക്ക്, അതിന് ഞാൻ I+നെയാണ് യൂസ് ചെയ്തത്. കാരണം I+ എല്ലാം അതിനകത്തുണ്ട്, എല്ലാം മുഴുവൻ എക്സ്പ്ലനേഷൻ ഉണ്ട്. അപ്പൊ അതെനിക്ക് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ ചെയ്യുമായിരുന്നു. PVക്ക് ചെയ്യുമായിരുന്നു, ഓപ്ഷന് ചെയ്യുമായിരുന്നു, ജനറലും ചെയ്യുമായിരുന്നു. അതെനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു. ആദ്യത്തെ അറ്റംപ്റ്റ് വരുത്തിയ പിഴവ് വരുത്താതിരിക്കാനും ഇത് തീർച്ചയായിട്ടും സഹായിച്ചിട്ടുണ്ടാവും അല്ലേ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കി കഴിയുമ്പോൾ വെയിറ്റേജ് അറിയാനും പിന്നെ നമ്മൾ ആ നൽകിയ സ്റ്റഡി ഷെഡ്യൂൾ അനുസരിച്ച് പഠിച്ചു പോയാൽ ഒരു 4 മാസം കൊണ്ട് 120 ഡേയ്സിൽ ഇത് കവർ ചെയ്യാനും പറ്റുമായിരുന്നു അല്ലേ? അത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഫസ്റ്റ് അറ്റംപ്റ്റ്. എനിക്ക് പൊതുവേ ടൈം മാനേജ്മെന്റ് കുറച്ച് പാടുള്ള ആളാണ്. അപ്പൊ ഈ നമ്മൾ PVക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതൊന്നും നല്ല ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ടൈം മാനേജ് ചെയ്യാൻ പറ്റും നമ്മൾ പ്രാക്ടീസിലൂടെ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും റിപ്പീറ്റഡ് ആയിട്ടൊക്കെ വരുന്നുണ്ടായിരിക്കും, നമുക്കൊരു മോഡൽ കിട്ടും. ഒരുപാട് ഗുണമുള്ള സാധനമാണ് PVക്ക് ചെയ്യുന്നത്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അപ്പം PVക്ക് എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പഠിച്ചതിൽ ഫോക്കസ് ചെയ്ത ഏരിയകളൊക്കെ ഏതായിരുന്നു എന്നൊന്ന് പറയാം. പേപ്പർ 1 ആണെങ്കിലും പേപ്പർ 2 ആണെങ്കിലും ഒരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസിലൂടെയാണല്ലോ കടന്നുപോയത്. അപ്പോൾ പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പില് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത് സോജയുടെ ഒരു സ്ട്രാറ്റജികൾ എന്തൊക്കെയാ, അല്ലെ എന്തൊക്കെയാ പഠനത്തില് നല്ലതായിട്ട് ഉള്ള കാര്യങ്ങൾ എന്നൊന്ന് പറയാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യത്തെ അറ്റംപ്റ്റ് കാണിച്ച മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ വാരി വലിച്ച് പഠിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ പഠനം തുടങ്ങി. പക്ഷെ നമുക്ക് ഒരുപാട് സിലബസ് ഉണ്ട്, നമ്മൾ ഈ വാരി വലിച്ച് പഠിക്കേണ്ട കാര്യമില്ല. നമുക്ക് അറിയാം, അതായത് നമ്മുടെ ടീച്ചിങ് ഏരിയയിൽ, അതായത് എനിക്കൊന്ന് 3rd യൂണിറ്റോടെ, അതായത് കറണ്ട് അഫയേഴ്സ് തൊട്ടുള്ള മെയിൻ ഏരിയാസ് പറയട്ടെ, നമ്മുടെ സൈക്കോളജി, ഫിലോസഫി, പിന്നെ ICT,
അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊരിക്കലും നമ്മൾ കളഞ്ഞുകൂടാത്ത ചിലപ്പോൾ ഓരോ ഇയേഴ്സിലും ചിലപ്പോൾ സൈക്കോളജി ക്വസ്റ്റ്യൻ കാണത്തില്ലായിരിക്കും, അങ്ങനെയൊക്കെ വരും. എങ്കിൽ പോലും ഈ ഏരിയാസ് നമ്മൾ കളയരുത്. പിന്നെ ഫസ്റ്റ് 2 യൂണിറ്റ് ഉണ്ടല്ലോ, അതിനകത്ത് നമ്മൾ ആവശ്യമുള്ളത് മാത്രം പഠിക്കുക, അല്ലാതെ വാരി വരച്ച് എല്ലാം കൂടി ഇട്ട് പഠിക്കേണ്ട. ഇപ്പൊ UN, പിന്നെ എൻവയോൺമെന്റലിന്റെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ ഫസ്റ്റ് സെക്ഷനിൽ മാത്സ്, ജനറൽ റീസണിങ്, അങ്ങനെയുള്ള അതിനകത്ത് ആവശ്യം ഉള്ളത് മാത്രം ടൈം ലിമിറ്റഡ് ആയിട്ട് കൊടുത്ത് തീർക്കുക. അതിനെനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് I+ന്റെ തന്നെ ഈ ബുധനാഴ്ചകളിൽ കുറച്ച് ക്ലാസ് ഉണ്ടായിരുന്നു. യൂണിറ്റ് ഭാഗ്യ മിസ് ആണ്, ഭാഗ്യ ടീച്ചർ. നമുക്ക് അതായത് ഓരോ യൂണിറ്റിലും ഏതാണ് ഇമ്പോർട്ടന്റ്, അപ്പൊ അതെനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വാരി പഠിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ഓരോ യൂണിറ്റിലും ഏതിനാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പം പുള്ളിക്കാരൻ ക്വസ്റ്റ്യൻസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു റിപ്പീറ്റ് ആയിട്ട്. പക്ഷെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അറിയത്തില്ല വേറെ ഒരു ചാനൽ ഇങ്ങനെ ഇത്രയും ഹെൽപ്ഫുൾ ആണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ അവരെല്ലാം ഇങ്ങനെ ഭയങ്കര ഹെൽപ്ഫുൾ. ഞാൻ വെറുതെ പറയുന്നില്ല, ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. നമ്മള് നമ്മളോട് ഭയങ്കര ആത്മാർത്ഥതയായിരുന്നു. സ്റ്റുഡൻസിനോട് ഭയങ്കര പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ പഠിക്കേണ്ട ഒരു ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ചെറിയൊരു ഫീസ് ആണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ പോലും അതിന് വാല്യൂ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പഠിക്കാന്നൊരു ഉത്തരവാദിത്തം ചെയ്താല് പഠിക്കാൻ വേണ്ട കണ്ടന്റ് എല്ലാം നമ്മുടെ അടുത്തുണ്ട്. ഡൗട്ട് ഉണ്ട്, സപ്പോർട്ടിന് ആളുണ്ട്, മോട്ടിവേറ്റ് ചെയ്യണമെങ്കിലോ അതിനായിട്ടും നമുക്കൊരു ടീമുണ്ട്. എന്തായാലും അതൊക്കെ പ്രയോജനപ്പെടുത്തിയ പഠിക്കേണ്ടെന്നുള്ളൊരു ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ. എല്ലാ സംഭവങ്ങളും, അതായത് ഈ യൂണിറ്റ് വൈസ് ഏതാണ് ഇമ്പോർട്ടന്റ്, ഏതൊക്കെ പഠിക്കണം, ഏതിനാണ് ഫോക്കസ് കൊടുക്കേണ്ടത്, എല്ലാം ഭാഗ്യ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ പഠിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തം മാത്രമേ നമുക്കുള്ളൂ. പിന്നെ മാത്സ്, ഞാൻ ഫസ്റ്റ് സയൻസിൽ പോയപ്പം മാത്സിന് ജേർണലിസ്റ്റിനും വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വെച്ചോ എനിക്ക് മാത്സ് പൊതുവെ പാടാണ്, അപ്പൊ ഞാൻ വെച്ചോ വലിയ വെറുതെ തന്നെ സമയം കളയുന്നത് എന്ന് വിചാരിച്ചു. പക്ഷെ അലൻ സാറല്ലേ മാത്സ് കൈകാര്യം ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര, ഞാൻ വെച്ചു ഇത്രേ ഉള്ളായിരുന്നു മാത്സ്, ഭയങ്കര എളുപ്പം. ജനറൽ റീസണിങ് ആണെങ്കിൽ പോലും നമ്മൾ ചെയ്യേണ്ട, നമ്മൾ വിചാരിക്കും നമ്മളെ കൊണ്ട് പറ്റത്തില്ല എന്ന് വിചാരിക്കും. പക്ഷെ ചുമ്മാതാ, നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല. അവിടെ നമ്മൾ ജനറൽ റീസണിങ് വെച്ച് നല്ല രീതിയിൽ നമ്മൾ മാക്സിമം ചെയ്യുക. ഞാൻ സാറിന്റെ ക്ലാസ് ചെയ്യുമായിരുന്നു. ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഏത് മോഡലാണെങ്കിൽ പോലും നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. എനിക്ക് മാത്സ് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി. ഭയങ്കര എല്ലാ സബ്ജക്റ്റുകളും എനിക്ക് ഇഷ്ടം തോന്നിയത് ഈ പറയുന്ന ജേർണലിസ്റ്റിങ്ങും മാത്സ്. സാറിന്റെ എനിക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് തോന്നിയത് കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഈ പറയുന്ന പോലെ എന്തുവാ, എല്ലാം ഈ രീതിയിലും പോയാൽ മതി, അല്ലാതെ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. എന്തൊക്കെയായിരുന്നു വീക്ക് ഏരിയകൾ അല്ലെങ്കിൽ പ്രിപ്പറേഷനിൽ കുറച്ച് ലിമിറ്റേഷൻസ് തോന്നിയിട്ടുണ്ടാവുമല്ലോ? നമ്മുടെ പ്രിപ്പറേഷനെ ഒന്ന് ലിമിറ്റ് ചെയ്ത അല്ലെ വീക്ക്നെസ്സുകളായിട്ട് പറയാനുള്ള എന്തുകൊണ്ടായിരുന്നു? നമ്മൾ പോസിറ്റീവ്സ് കണ്ടു, പ്രിപ്പയർ ചെയ്തപ്പോ തോന്നിയ ഡിഫിക്കൽട്ടീസ്, പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയകളാണെങ്കിലും ഒക്കെ ഒന്ന് അഡീഷണൽ ഫോക്കസ് കൊടുക്കേണ്ടി വന്നത് എവിടെയാണ്? എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാത്സ് ഞാൻ പറഞ്ഞില്ല, ആദ്യം ബുദ്ധിമുട്ടായിട്ട് തോന്നി. പിന്നെ പഠിച്ചു വന്നപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ലാണ്ട്, ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ലാണ്ട് തോന്നി. പിന്നെ ഈ എനിക്ക് ഫിലോസഫി ഉണ്ടല്ലോ, അതിനകത്ത് ഈ എഡ്യൂക്കേഷൻ കമ്മീഷൻസ് ഒക്കെ പലപ്പോഴും മാറിപ്പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതിന് ഞാൻ ചെയ്ത ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിക്കി നോട്ട്സ് ഉണ്ടാക്കും. സ്റ്റിക്കി നോട്ട്സ് ഉണ്ടാക്കിയിട്ട് ഞാൻ ഇങ്ങനെ എഴുതി, കാരണം കുഞ്ഞുങ്ങളുണ്ടായിട്ട് നമുക്ക് എല്ലാം കൂടെ ഞാൻ ഇയേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഞാൻ സ്റ്റിക്കി നോട്ട്സ് ഉണ്ടാക്കിയിട്ട് ഞാൻ പഠിക്കുന്നിടത്ത് ഇങ്ങനെ ഒട്ടിച്ചൊടിച്ചൊടിച്ച് വെക്കുമായിരുന്നു. അപ്പൊ നമ്മൾ സ്ഥിരം അത് കാണുമ്പോൾ നമ്മൾ മറക്കത്തില്ല. ഒരു പിക്ചർ പോലെ പരീക്ഷാ ഹാളിൽ കണ്ണടച്ചാലും നമ്മുടെ മുന്നിൽ ആ സ്റ്റിക്കി നോട്ടും വർഷങ്ങളൊക്കെ അത് ഞാനിങ്ങനെ എവിടെയോ കേട്ടതാ, ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഞാനത് ചെയ്ത് വെച്ചാൽ ഭയങ്കര യൂസ്ഫുൾ ആണ്. അത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ കുട്ടികളുടെ അടുത്ത് എന്താ പറയാനുള്ളത്? ഇനിയും പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥിനികള് സോജയുടെ വാക്കുകൾക്ക് കാതോർക്കുന്നുണ്ടാവും. ഞാൻ പറയുന്നതിനേക്കാൾ ഒരു 100 മടങ്ങ് നിങ്ങളുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കും. കാര്യം നന്നായി സ്കോർ ചെയ്ത് ജനറൽ കാറ്റഗറിയിൽ സെറ്റ് രണ്ടാമത്തെ അറ്റംപ്റ്റില് പ്രോപ്പർ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് കൊടുത്തപ്പോ തന്നെ പഠിച്ചു തീർത്ത ആദ്യ അറ്റംപ്റ്റിൽ തന്നെ ക്വാളിഫൈ ചെയ്തു. അപ്പൊ വിദ്യാർത്ഥികളോട് പറയാനുള്ളത് എന്താണെന്ന് ചുരുങ്ങിയ വാക്കുകളിലൊന്ന് പറയാമോ? എന്നുവെച്ചാൽ നമുക്ക് ഒരിക്കലും കിട്ടാവുന്ന ഇരിക്കത്തില്ല. കാരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സെറ്റ് കിട്ടും. നമ്മൾ മാക്സിമം നേരത്തെ തുടങ്ങുക, PYQ മാക്സിമം ചെയ്യുക, പിന്നെ നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക. റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നോട്ട്സ് മാക്സിമം എഴുതി തന്നെ പഠിക്കുക. അല്ലാണ്ട് നമ്മളിപ്പം നമ്മൾ ആദ്യം ഇപ്പം നമ്മുടെ ഏരിയ ആണെങ്കിൽ പോലും, നമ്മുടെ ടീച്ചിങ് ഏരിയ ആണെങ്കിൽ പോലും നമ്മൾ വിചാരിക്കും, നമ്മൾ നല്ലതായിട്ട് പഠിച്ച കാര്യമായിരിക്കും, നമ്മൾ വിചാരിക്കും ഇനി നമുക്ക് മറക്കത്തില്ലെന്ന് വിചാരിച്ചാൽ പോലും നമ്മൾ മറക്കും. അതുകൊണ്ട് നമ്മൾ മാക്സിമം റിവിഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. PYQ റിവിഷൻ മാക്സിമം നേരത്തെ തുടങ്ങുക. ഈ 3 കാര്യങ്ങളിൽ നല്ല രീതിയിൽ കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞ് ടെൻഷൻ ഞാൻ ടെൻഷൻ്റെ ഭയങ്കരമായിട്ടുള്ള ഒരാളാണ്. ടെൻഷൻ മാക്സിമം കളയുക.
നമുക്ക് കിട്ടും. ഈ നല്ല രീതിയിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് പൊക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടും. ഡിഫിക്കൽട്ട് ഏരിയസ് നേരത്തെ പഠിച്ചു വെക്കുക. അതെനിക്ക് അലൻ സാറിൻ്റെ നിന്ന് കിട്ടിയൊരു ഒരു ഗുണമാണ്. കാരണം സാറ് ഇടയ്ക്ക് എപ്പോഴോ ഒരു വോയിസ് നോട്ട് നമ്മുടെ മോർണിംഗ് മോട്ടിവേഷനില് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡിഫിക്കൽട്ട് ഏരിയാസ് എനിക്കൊരു 2 മാസം മുന്നേ ഉള്ള സമയത്താന്ന് തോന്നുന്നു. ഡിഫിക്കൽട്ട് ഏരിയാസ് നമ്മൾ ആദ്യം പഠിച്ചു വെക്കണം, പിന്നീട് ഈസി ഏരിയയിലോട്ട് പോകാവുള്ളൂ എന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈസി പഠിക്കും, പിന്നെ ഡിഫിക്കൽട്ട് ഏരിയ പോകുമായിരുന്നു. പക്ഷേ പിന്നെ എനിക്ക് സാറിന് പറഞ്ഞപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ ഡിഫിക്കൽട്ട് ഏരിയാസ് പഠിച്ചു കഴിയുമ്പോൾ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിലാക്സ്ഡ് ആവും. നമുക്ക് പിന്നെ കുറച്ച് ഇനി കുറച്ച് ഈസി ആയുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പം നമ്മൾ എനിക്ക് തന്നെ മനസ്സിലാവും ഇനി വലിയ കാര്യമില്ല, കുറച്ച് കാര്യങ്ങളല്ലേ ഉള്ളൂ. അപ്പം നമ്മൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കും. അത് നല്ലൊരു ഗുണം, നല്ലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് നമ്മൾ ആദ്യം തന്നെ ഡിഫിക്കൽട്ട് ഏരിയസ് പഠിച്ചു വെക്കുന്നത്. പിന്നെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ടേബിൾ ഉണ്ടാക്കി പഠിക്കുന്നത് നല്ലൊരു കാര്യമാണ്. ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറ്റാത്ത കാര്യങ്ങൾ, അതായത് നമ്മൾ ഒരു ദിവസം നമുക്കറിയാം നമുക്ക് മാക്സിമം എത്രത്തോളം കവർ ചെയ്യാൻ പറ്റും, നമുക്കൊരു ബോധം കാണും നമ്മളെക്കുറിച്ച്. അപ്പം നമ്മൾ ആ രീതിയിൽ പോവുക. അല്ലാണ്ട് പറ്റാത്ത രീതിയിൽ ഞാൻ ഇപ്പം ഇത്ര 1 മണിക്കൂർ കൊണ്ട് ഇത്രയും കവർ ചെയ്യും, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എഴുതി വെച്ച് അത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് ഒരു ദിവസം ഇപ്പം നമ്മൾ നേരത്തെ തന്നെ ടാർഗറ്റ് ചെയ്ത രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അത് പിന്നത്തെ ഒരു ദിവസത്തേക്ക് നമ്മൾ മാറ്റി വെക്കുക. അത് നല്ലൊരു ഗുണമായിരിക്കും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓപ്ഷനും ജേർണലിനും ഒരുപോലെ പ്രാധാന്യം കൊടുക്കുക. അതായത് നമ്മൾ ഒരു സംഭവത്തിന് മാത്രം, ഒരു പാർട്ടിന് മാത്രം ഫോക്കസ് ചെയ്തിരുന്നിട്ട് കാര്യമില്ല. കാരണം ഈ എക്സാം എന്ന് വെച്ചാൽ രണ്ടും ഒരുപോലെ പ്രാധാന്യമുള്ള സംഭവമാണ്. അപ്പം അതുകൊണ്ട് രണ്ടിനും ഒരുപോലെ പ്രാധാന്യം കൊടുക്കുക. രണ്ടും മാറ്റി നിർത്തരുത്. രണ്ടിനും ഒരുപോലെ പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടും. താങ്ക് യു സോജ. ഒരുപാട് സന്തോഷം ഇത്രയും സമയം എടുത്തതിനും നമ്മളുടെ അടുത്ത് എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തതിനും. അപ്പം മുന്നോട്ടുള്ള ജേർണിയിലും അടുത്തൊരു അധ്യാപന ജോലിയിലേക്ക് പ്രവേശിക്കാനും ഒക്കെ ഇടയാവട്ടെ. എല്ലാവിധമായിട്ടുള്ള ആശംസകൾ ഐ പ്ലസിന്റെ ടീമിന്റെ ഭാഗത്ത് നിന്ന് നേരുന്നു. താങ്ക് യു.